ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് വളരെ ക്രൂരമായ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ ഗൗരവത്തിൽ കണ്ട് അങ്ങനെ ഒരു ആരോപണമേറ്റാൽ ആ ആരോപണം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ വന്ന ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾ MLA സ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ കൺസെൻസസ് എങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാവരും അത് ചെയ്യാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും ബൈ ഡിഫാക്റ്റോ നിങ്ങളെല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു രാജി അനിവാര്യമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. MLA പദവി എന്തെങ്കിലും ജനപ്രതിനിധിയുടെ പദവി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ രാജിവെക്കുകയും വേണം. ഇതാണ് കൺസെൻസസ്. ഈ കൺസെൻസസ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചിട്ടുണ്ട്. മറന്നു പോകരുത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഈ പരാതികൾ പാർട്ടി പരിഗണിക്കുന്ന ഒരു പ്രത്യേക രീതി, ഒരു പ്രത്യേക സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് CPMൻ്റെ 2 പരാതികൾ പാർട്ടി കോടതിയിലേക്ക് വിട്ടുവന്ന് അഭിമാനത്തോടു കൂടി പാർട്ടി നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. അത് പാലക്കാട്ടെ പരാതി വന്നപ്പോൾ, ശശിക്കെതിരായ പരാതി വന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്. അത് പാർട്ടി അത് പരിഗണിക്കുന്നുണ്ട്, പാർട്ടിക്ക് ആ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പരസ്യമായിട്ടാണെന്ന് അന്വേഷണ കമ്മീഷനെ വെച്ചതല്ല. അതിനു മുമ്പ് മറ്റൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ പേരിൽ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണൂരിലെ നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? 2 ശശിമാരും 2 പ്രധാനപ്പെട്ട പദവികളിലേക്ക് പാർട്ടിയിൽ തന്നെ ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു.